കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്രം മോശമായി തുടരുന്നതിനാൽ രാജി എന്നത് ട്രൂഡോയുടെ പിൻഗാമി ആരാണെന്ന ചോദ്യം ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റോടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു ട്രൂഡോയുടെ ഇപ്പോഴത്തെ രാജി. കാനഡയിൽ ട്രൂഡോയുടെ ജനപ്രീതി നാൾക്കുനാൾ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടുമെന്നാണ് അഭിപ്രായ സർവേകൾ ഇപ്പോൾ ഫലങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കനേഡിയൻ സ്ഥാപനമായ ആംഗസ് റീഡ് ഡിസംബർ 24 പുറത്തുവിട്ട അഭിപ്രായ സർവേ ഫലമനുസരിച്ച് 68% പേർക്ക് ട്രൂഡോയുടെ താല്പര്യമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ട്രൂഡോയുടെ പടിയിറക്കം നടന്നിരിക്കുന്നത്. ട്രൂഡോയുടെ പടിയിറക്കത്തോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി താൽക്കാലികമായി എങ്കിലും ആ സ്ഥാനത്തേക്ക് വരിക ഒരു ഇന്ത്യൻ വംശജ ആയിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്യുന്നു. ട്രൂഡോ മന്ത്രിസഭയിലെ ആഭ്യന്തര വ്യാപാര മന്ത്രിയായ അനിത ആനന്ദിന്റെ പേരാണ് ഇപ്പോൾ പുറത്ത് സജീവമായിരിക്കുന്നത്. പിയറി പോയിലിവിറ, ക്രിസ്റ്റിയ ഫ്രില്ലാൻസ്, മാർക്ക് കാർണി തുടങ്ങിയ പ്രധാന പേരുകൾക്കൊപ്പം ശക്തമായ മത്സരാർത്ഥിയായി അനിത ആനന്ദ് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്നു. കനേഡിയൻ അഭിഭാഷകയും രാഷ്ട്രീയക്കാരിയുമാണ് അനിത ആനന്ദ്. നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര മന്ത്രിയെ സേവനമനുഷ്ഠിക്കുന്നു. 57-കാരിയായ മുൻ പ്രതിരോധ മന്ത്രി ടൊറന്റോയുടെ പ്രാന്തപ്രദേശമായ ഒക്കിലയെ പ്രതിനിധീകരിച്ച് 2019 ആദ്യമായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ പാർട്ടിയിലെ പ്രധാന വ്യക്തികളിൽ ഒരാളായി തുടരുകയാണ് അനിത. കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇന്ത്യൻ വംശജയായ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പൊതുസേവനങ്ങളും സംഭരണവും ഉൾപ്പെടെ നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. പ്രതിരോധം, ട്രഷറി ബോർഡ് പ്രസിഡന്റ് സ്ഥാനങ്ങളും അനിത വഹിച്ചിട്ടുണ്ട്. അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും അമ്മ പഞ്ചാബ് സ്വദേശിയുമാണ്. വിദ്യാഭ്യാസ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സ്റ്റഡീസ് ബാച്ചലർ ഓഫ് ആർട്സ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജൂറിസ്പ്രുഡൻസ് ബാച്ചലർ ഓഫ് ആർട്സ്, ഡൽഹൌസി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമബിരുദം, ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റർ ഓഫ് ലോസ്, യേൽ, ക്വീൻസ് യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി തുടങ്ങി പ്രശസ്ത സ്ഥാപനങ്ങളിൽ അക്കാദമിക് പദവികൾ വഹിച്ചിട്ടുള്ള അനിത ആനന്ദ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ടൊറന്റോ സർവകലാശാലയിൽ നിയമ പ്രൊഫസറായിരുന്നു. നോവാ സ്കോട്ടയിലെ കെൻറ്റുലയിലാണ് അനിത ആനന്ദ് ജനിക്കുന്നത്. അനിതയുടെ മാതാപിതാക്കൾ അമ്മ സരോജ് ഡി റാം, അച്ഛൻ SV ആനന്ദ് എന്നിവരും ഇന്ത്യൻ ഫിസിഷ്യന്മാരായിരുന്നു. ഗീത, സോണിയ ആനന്ദ് എന്നീ 2 സഹോദരിമാരും അനിതയ്ക്കുണ്ട്. എന്താണെങ്കിലും അടുത്ത പ്രസിഡന്റ് ആകാനുള്ള സാധ്യത ഇനി ആർക്കാണെന്നുള്ളത് കാനഡ തന്നെയാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതിനുള്ള തക്കതായ കാരണങ്ങളും കാനഡയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു ഇന്ത്യൻ വംശജ ഇനി കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ വളരെ പ്രസിദ്ധമാവുകയാണ്. അത് വരും കാലങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയണം.